എൻക്വയറി ചെയ്യുന്നതാണ് ഹൈദരാബാദ് ദം ബിരിയാണി നമുക്ക് എങ്ങനെ വീട്ടിൽ അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ഹൈദരാബാദ് ദം ബിരിയാണി വീട്ടിൽ തന്നെ റെഡിയാക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. ആദ്യം നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 6 സവാള അതിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി നന്നായിട്ട് എടുക്കുക. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ഗ്രീൻ ചില്ലി, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി പൊടി അല്ലെങ്കിൽ ഗരം മസാല, 4 ക്ലൗസ്, 1 കറുകപ്പട്ട, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടേബിൾ സ്പൂൺ പുതിനയില, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം 300 ഗ്രാം തൈര് അതിലോട്ട് ആഡ് ചെയ്യണം. പിന്നെ 2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് സ്ക്യൂസ് ചെയ്ത ലെമൺ ജ്യൂസ്, അത് പിന്നെ 4 ഏലക്ക ചതച്ചത്, 1 കൈ നിറയെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതിനൊന്ന് ക്രഷ് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 4 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സായ ഈ സാധനം നമുക്ക് 20 തൊട്ട് 40 മിനിറ്റ് വരെ അതിനെ നമുക്ക് സെറ്റാക്കാനായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ചിക്കൻ സെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് ബിരിയാണി അരി ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ എടുത്തേക്കുന്ന 1:1 എന്ന റേഷനിലാണ്, അതായത് 1 കിലോ ചിക്കന് 1 കിലോ ബിരിയാണി അരി. 20 മിനിറ്റ് നമുക്ക് അതിനൊന്ന് കുതിർക്കാൻ വയ്ക്കാം. അരി തിളപ്പിക്കാനായിട്ട് 4 ലിറ്റർ വെള്ളം നമുക്ക് സ്റ്റൗവിലോട്ട് വയ്ക്കാം. അതിലേക്ക് 2 കറുകപ്പട്ട, 4 ഗ്രാമ്പു, 2-3 ബേ ലീവ്സ്, പിന്നെ 4 തക്കോലം, അതേപോലെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് നാരങ്ങ, അതൊരു 3-4 പീസ്, പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലി കട്ട് ചെയ്യാത്തത്, പിന്നെ കുറച്ച് മല്ലി, അതുപോലെ കുറച്ച് പുതിനയില, ഇത് ആവശ്യത്തിന് അതിലിട്ടിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 4 ടീസ്പൂൺ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുത്ത് ഒരു 70% വരെ നമുക്ക് അതിനൊരു വേവ് കിട്ടുന്ന രീതിയിൽ അതിനെ വേവിക്കുക. നമ്മുടെ ബിരിയാണി അരി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലോട്ട് ഈ ബിരിയാണി അരി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അതിൽ നമ്മൾ ഈ ബിരിയാണി അരിക്ക് യൂസ് ചെയ്ത വെള്ളം അതിലോട്ട് ഒരു 1/2 കപ്പ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. അത് തിളച്ച് വന്നതിന് ശേഷം ഈ അരി നമുക്ക് ഊറ്റിയെടുത്ത് അതിലോട്ടൊന്ന് ലെയർ ആയിട്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. റെഡിയായ ലെയറിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് ജസ്റ്റ് വിതറി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യണം. ഫുഡ് കളർ നമ്മൾ ആദ്യമേ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സാഫ്രോൺ, ഒരു 2-3 പിഞ്ച് സാഫ്രോൺ നമുക്ക് അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുമാത്രമല്ല പിന്നെ കുറച്ച് ഒണിയൻ ഫ്രൈ ഇല്ലേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ അതും കൂടെ ഒന്ന് അതിൻ്റെ പുറത്തൊന്ന് ഇട്ട് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒരു ലെയറായി കഴിഞ്ഞു. അതേപോലത്തെ 2 ലെയറാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ദം ചെയ്യാനായിട്ട് അലുമിനിയം ഫോയിലർ വെച്ച് നമുക്കൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഒരു 10 to 20 മിനിറ്റ്സ് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചെമ്പ് പൊട്ടിക്കാം. ദം പൊട്ടിച്ച കണ്ടോ നന്നായിട്ട് ആവിയൊക്കെ പുറത്തോട്ട് വരുന്നത്. ആ ആവിയിൽ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ട് ഈ ബിരിയാണിയുടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഭവം. നമുക്കിനി ഒരു പാത്രത്തിലോട്ടൊന്ന് അതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദം ബിരിയാണി. നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.